ലൂക്കോസ് സുവിശേഷം 24 അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യം. ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കലെത്തി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അകത്ത് കടന്നാറെ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച് 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട്, മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞത് നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ. ഇനി അതിനോട് കണക്ട് ചെയ്തിട്ട് 2 കൊരിന്ത്യർ 13-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. ബലഹീനതയാൽ അവൻ ക്രൂശിതനായിട്ടും ദൈവശക്തിയാൽ അവൻ ജീവിക്കുന്നു. പറഞ്ഞേ, യേശു ജീവിക്കുന്നു. ജീസസ് ഈസ് അലൈവ്, ഈസ് എ ലിവിങ് ഗോഡ്. അവൻ ജീവിക്കുന്നു. നിങ്ങൾ വചനം കേൾക്കാൻ പോവാ. ഒരു സത്യം, ഒരു സന്തോഷം നമ്മുടെ അകത്തുള്ളത്, ഈസ്റ്റർ എന്ന് പറയുന്നത്, ഈസ്റ്റർ ഈസ് നോട്ട് അബൌട്ട് ദ എഗ്. ഈസ്റ്റർ എന്ന് പറയുന്നത് ഒരു മുട്ടയല്ല. ഇന്ന് ആൾക്കാർ ഈസ്റ്റർ എന്ന് പറഞ്ഞ ഒരു മുട്ടയുടെ പടമാണ് കാണിക്കുന്നത്. ദാറ്റ് ഈസ് നോട്ട് അബൌട്ട് ദ എഗ്. ഈസ്റ്റർ ഒരു മുട്ടയല്ല. ഈസ്റ്റർ ഒരു സെലിബ്രേഷൻ അല്ല. ദാറ്റ്സ് എ റിമെംബ്രൻസ്. അതൊരു ഓർമ്മയാണ്. എന്തിൻ്റെ ഓർമ്മയാണെന്നറിയാമോ? മരണത്തിന് പോലും പിടിച്ചു വയ്ക്കാൻ പറ്റാതെ 3-ാം നാൾ കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു സെലിബ്രേഷൻ അല്ല. ഈസ്റ്റർ ഈസ് നോട്ട് അബൌട്ട് ദ എഗ്. അതൊരു മുട്ടയുടെ കഥയല്ല. ഈസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിൻ്റെ ദിവസമാണ്. ആ ഓർമ്മയാണ്. കലണ്ടർ എടുത്ത് നോക്കിയാൽ പലരും മരിച്ച ദിവസം കാണാം, പക്ഷെ ആരും ഉയർത്ത ദിവസം കലണ്ടറിനകത്തില്ല. അത് നമുക്ക് മാത്രമേ ഉള്ളൂ. ഒന്ന് കരമടിച്ച് കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. പല മഹാന്മാർ, പല പണ്ഡിതന്മാർ, ആൾ ദൈവങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ പലരും സമാധിയായ ദിവസങ്ങൾ, മരിച്ച ദിവസങ്ങൾ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ജനന ദിവസങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന ഒരു ദിനം, ഇന്നും ഈ ദൈവം ജീവിക്കുന്നു എന്ന ഒരു വർത്തമാനം, ഇന്ന് പകൽ ഞാൻ സേവിക്കുന്ന എൻ്റെ യേശുവിനെ കുറിച്ച് ശബ്ദമുയർത്തി നല്ല ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ലൂക്കോസ് 24-ന്റെ 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇത് ദൂതൻ പ്രത്യക്ഷനായി, ദൈവത്തിൻ്റെ ദൂതൻ പറയുന്ന ഒരു അരുളപ്പാടാണ്, ഒരു വർത്തമാനമാണ്. പ്ലീസ് റീഡ് ദാറ്റ്. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? യേശു കർത്താവിനെ കുരിശിച്ച് അരിമത്തിയയിലെ മന്ത്രിയായ ജോസഫിന്റെ കല്ലറയിൽ അടക്കിയതിൻ്റെ 3-ാം ദിവസം, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആയ ദിവസം, ഈ സഹോദരിമാർ കല്ലറയുടെ വാതിക്കൽ ചെല്ലുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച്, മുഖത്തോട്ട് നോക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആ സഹോദരിമാർ കുനിഞ്ഞു നിന്നത്. അത്ര തേജസ്സുള്ള ആ ദൈവദൂതന്മാർ ആ സഹോദരിമാരോട് പറയുകയാണ്, നിങ്ങൾ ആരെ അന്വേഷിച്ചാ വന്നേ? ഈ സെമിട്രിയിൽ, ഈ കല്ലറയിൽ നിങ്ങൾ ആരെ നോക്കിയാ വന്നേ? സാധാരണ സെമിട്രിയിൽ കല്ലറയ്ക്കകത്ത് കിടക്കുന്നത് മരിച്ചവരാ. നിങ്ങൾ അന്വേഷിച്ചു വന്നത് യേശുവിനെയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കണ്ട, അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഈ ദൂതന്മാർ ഈ സഹോദരിമാരോട് പറയുകയാണ്, നിങ്ങൾ ജീവൻ ഉള്ളവനെ
യേശുവിനെ കുറിച്ച് പറഞ്ഞോട്ടെ. യേശു എന്നല്ല അവിടെ പറഞ്ഞേ, ക്രിസ്തു എന്നുമല്ല അവിടെ പറഞ്ഞേ. നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? ഒന്ന് വാ തുറന്ന് പറയാമോ? ജീവൻ ഉള്ള ദൈവം. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയിൽ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു? ചിലർ ഏലിയാവെന്നും, ചിലർ ഇരമ്യാവെന്നും, ചിലർ പ്രവാചകന്മാരിൽ ഒരുത്തനെന്നും, ചിലർ യോഹന്നാൻ സ്നാപകനെന്നും പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ നിന്ന് പത്രോസ് ഇറങ്ങി വന്ന് പറയുകയാണ്, നീ ജെറമായ അല്ല, നീ ജോൺ ദി ബാപ്റ്റിസ്റ്റ് അല്ല, നീ ഏലിയാവുമല്ല, ഞാൻ പറയാം നീ ആരാന്ന്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അത്രേ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ. എന്താ പത്രോസ് നീ അങ്ങനെ പറഞ്ഞേ? ഇതാ ദൂതന്മാർ പറയുന്നു, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവപുത്രനായ ക്രിസ്തു അത്രേ. ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന പലയിടത്തും ഈസ് എ ലിവിംഗ് ഗോഡ്, അവൻ ജീവനുള്ള ദൈവം എന്ന് എഴുതിയിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ജീവൻ ഇല്ലാത്ത ദൈവങ്ങളുടെ നടുവിൽ, ജീവൻ ഇല്ലാത്ത വ്യക്തികളുടെ നടുവിൽ, കണ്ണുണ്ടായിട്ടും കാണാത്ത, ചെവി ഉണ്ടായിട്ടും കേൾക്കാത്ത, വായുണ്ടായിട്ടും സംസാരിക്കാത്ത, കൈയുണ്ടായിട്ടും തൊടാത്ത, ജീവൻ ഇല്ലാത്ത ചിലതിൻ്റെയൊക്കെ ഇടയിൽ ജീവനുള്ള ഒരു ദൈവം ഇന്ന് പകൽ എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരം അടിച്ച് വായി തുറന്ന് ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. യെസ്, കം ഓൺ ചർച്ച്. ഞാൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന, ഞാൻ കരഞ്ഞാൽ എൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്ന, എൻ്റെ ഹൃദയം ഒന്ന് തകർന്നാൽ എൻ്റെ അടുക്കൽ ഓടി വരുന്ന ജീവനുള്ളൊരു ദൈവം, ജീവനുള്ളൊരു ദൈവം, ജീവനുള്ളൊരു ദൈവം. യെസ്, ഞാൻ അവനെ ആരാധിക്കുന്നു. ഇന്ന് പകൽ അവന്റെ നാമത്തെ ഞാൻ ഉയർത്തുന്നു. ആ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന, ആ ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്നവരാ ഇന്ന് പകൽ ഇതിനകത്ത് വന്നിരിക്കുന്നേ. ഹല്ലേലൂയ. മൂഢവിഗ്രഹങ്ങളുടെ അടുക്കൽ പോകുന്ന പതിവായിരുന്നു. നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ ബിംബങ്ങളെ ആരാധിക്കുമായിരുന്നു. നിങ്ങൾക്ക് കാണുന്നതെല്ലാം ദൈവമായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം തന്റെ മഹാകരുണയാൽ, തന്റെ മഹാകൃപയാൽ ഇന്ന് പകലിൽ പ്രിയപ്പെട്ടവരെ, മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയോട് എൻ്റെ ഒരു ആവശ്യം പറഞ്ഞാൽ ആ വ്യക്തിക്ക് നടത്തി തരാൻ ഒക്കത്തില്ല. ഇവിടെ ഒരു ഡെഡ് ബോഡി കൊണ്ടുവച്ചാൽ അതിനോട് പറഞ്ഞാൽ അതിനൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഇവിടെ ഇരിക്കുന്ന ഈ സ്പീക്കറിനോട് ഞാൻ സംസാരിച്ചാൽ അതിന് കേൾക്കാൻ പറ്റത്തില്ല. പക്ഷെ ജിജി പാസ്റ്ററോടോ ജീവനുള്ള ജിജി മോഹനോടോ ആ ബുക്കിംഗ് താന്ന് പറഞ്ഞാൽ അവരെന്റെ അടുക്കൽ കൊണ്ടുവരുമെങ്കിൽ ഇന്ന് പകൽ ജീവനുള്ള ഒരു ദൈവം, മരണത്തെ ജയിച്ച്, പിശാചിനെ ജയിച്ച്, പാതാളത്തെ ജയിച്ച്, ഇരുളിനെ ജയിച്ച്, അന്ധകാര ശക്തിയെ ജയിച്ച്, ആമേൻ. ഓ, വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി വായികൾ തുറന്ന്. അതുകൊണ്ട് യെശയ്യാ പ്രവചനം 59:1 പറയുന്നേ, രക്ഷിപ്പാതിരിപ്പാൻ അവന്റെ കരം കുറുകിയിട്ടില്ല, കേൾക്കാതിരിക്കുവാൻ അവന്റെ കാത് മന്ദമായിട്ടില്ല. ഇന്ന് പകൽ മുറിക്കകത്തിരുന്ന് പൊട്ടിക്കരയുമ്പം അനന്ത സീമകൾക്കപ്പുറത്തുനിന്ന് ആകാശവിധാനങ്ങളെ കീറി മുറിച്ച് നീ ഒന്ന് നിലവിളിക്കുമ്പം നിന്റെ മുറിക്കകത്തോട്ട് ഇറങ്ങി വരുന്ന 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിന്റെ മധ്യേ ഞാൻ ഉണ്ട് എന്നരുളി ചെയ്ത
ജീവനുള്ള ഒരു ദൈവം. ഉലകത്തിലെ സകല മഹാന്മാരുടെയും കല്ലറകൾ അടയപ്പെട്ട് കിടക്കുമ്പോൾ, ഉലകത്തിലെ സകല മഹാന്മാരുടെയും കബറിടങ്ങൾ വർഷത്തിലൊരിക്കൽ അവരുടെ മരണ ദിവസം മാത്രം ഓർക്കുമ്പോൾ, ഇന്നും യെരൂശലേമിൽ, ഇന്നും ജെറുസലേമിൽ ആൾക്കാർ ഒഴുകുന്നു. വിശുദ്ധ നാട്ടിൽ ആൾക്കാർ ഒഴുകുന്നു. എന്തിനാണെന്നറിയാമോ? ആ തുറന്ന കല്ലറയൊന്ന് കാണാൻ. ആ തുറന്ന കല്ലറയൊന്ന് കാണാൻ. ഇപ്പോൾ അവൻ യെരൂശലേമിലില്ല, ഇപ്പോൾ അവൻ പാലസ്തീനിലില്ല, ഇപ്പോൾ അവൻ ഗലീലയിലില്ല, ഇപ്പോൾ അവൻ റോമിലല്ല. ഇന്ന് പകലിൽ ഇതിന്റെ മധ്യേ, ഓ മൈ ഗോഡ്, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്തതും മഹത്തായതും അഗോചരമായ കാര്യത്തെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ഇന്ന് പകൽ സഭയോട് പറയുന്നു, ദൈവദാസന്മാരോട് പറയുന്നു, പരിശുദ്ധാത്മ പ്രവചിക്കുന്നു, നീ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമെന്ന് നിന്റെ കുടുംബം അറിയട്ടെ, നിന്റെ ദേശം അറിയട്ടെ, നിന്റെ കുഞ്ഞുങ്ങൾ അറിയട്ടെ, നിന്റെ അടുക്കൽ വരുന്നവർ അറിയട്ടെ, നിന്റെ അയൽപക്കക്കാർ അറിയട്ടെ. ഇന്ന് പകൽ നിന്റെ ശരീരത്തിൽ വഹിക്കുന്ന രോഗം തിരിച്ചറിയാൻ പോവാ. നിനക്ക് ജീവനുള്ള ഒരു ദൈവം ഉണ്ടെന്ന് നിന്നെ വിമർശിക്കുന്നവർ തിരിച്ചറിയട്ടെ. പൗലോസ് പറയുന്ന വെളിപ്പാടെന്നാന്നറിയോ? പിതാവായ ദൈവം യേശുവിനെ ഉയർപ്പിച്ചിട്ട് സ്വർഗസ്ഥലത്തിരുത്തി. സ്വർഗസ്ഥലത്ത് അവനെ ഇരുത്തി. പൗലോസ് പറയുന്ന അടുത്ത വാക്യം ഞെട്ടിപ്പിച്ചു കളഞ്ഞു. എന്തിനാണെന്നറിയാമോ? അവനോട് കൂടെ നിങ്ങളെയും ഇരുത്തേണ്ടതിന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ആഘോഷിക്കണം. യേശുവിന്റെ ഉയർപ്പ് എന്റെ ഉയർപ്പ്, യേശുവിന്റെ ജയം. ഇല്ല ഇല്ല ഇല്ല, ഇതിനകത്തിരിക്കുന്ന ഒരെണ്ണം പരാജയപ്പെടത്തില്ല. ഇതിനകത്ത് നിൽക്കുന്ന ഒരെണ്ണം താഴ്ച പ്രാപിക്കത്തില്ല. ഇതിനകത്ത് നിൽക്കുന്ന ഒരു കുടുംബവും നശിച്ചു പോകത്തില്ല. ഇതിനകത്ത് നിൽക്കുന്ന ഒരു കുഞ്ഞുങ്ങളും ഇല്ലാതെയായി പോകത്തില്ല. ഇതിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തികളും പരാജയപ്പെടത്തില്ല. എല്ലായിടത്തും, എല്ലായ്പ്പോഴും, എല്ലാ സമയവും യേശു ക്രിസ്തു മുഖാന്തരം, യേശു മുഖാന്തരം ശബ്ദമുയർത്തി ഇന്ന് പകൽ പറയുക, ജീവനുള്ള ഒരു ഡാഡി, ജീവനുള്ള ഒരു അപ്പ, ജീവനുള്ള ഒരു ഡാഡി, ജീവനുള്ള ഒരു പിതാവ് എനിക്കുണ്ട്. എന്നെ ജനിപ്പിച്ച എൻ്റെ അപ്പന് പരിമിതികൾ കാണാം, എന്നെ വളർത്തിയ എൻ്റെ അമ്മയ്ക്ക് പരിമിതി കാണാം. പക്ഷെ പരിമിതി ഇല്ലാത്തൊരപ്പ എനിക്കുണ്ട്, ബൗണ്ടറി ഇല്ലാത്തൊരപ്പ എനിക്കുണ്ട്. താഴ്ചയല്ല. നീ ഒരു ശുശ്രൂഷയ്ക്ക് പോകുമ്പം നിന്റെ ഒപ്പം അവൻ വരും. അവൻ നിന്റെ കൂടെ നടക്കും. അവൻ നിന്നെ തൊടും. അവൻ നിന്റെ കണ്ണുനീർ തുടയ്ക്കും. അവൻ നിന്നോട് സംസാരിക്കും. അവൻ നിനക്കായി പ്രവർത്തിക്കും. അവൻ നിനക്കായി വഴി തുറക്കും. Because he is a living God. കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച ഒരു വാർത്ത, യൂട്യൂബിലും പല ചാനലുകളിൽ വൈറലായ ഒരു വാർത്ത. ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ചൈന. സൗദി അറേബ്യയിൽ ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ല, പക്ഷെ ആരാധിക്കാം, രഹസ്യമായി ആരാധിക്കാം, സീക്രട്ടായി ആരാധിക്കാം. പക്ഷെ ചൈനയിൽ സീക്രട്ടായി ആരാധിക്കുന്നത് പോയിട്ട് നീ ഒരു ബിലീവർ ആണെന്ന് യേശു എന്നൊരു വാക്ക് നിനക്ക് പറയാനൊക്കത്തില്ല. എന്നാൽ ഈ ദിവസങ്ങളിൽ വന്ന റിപ്പോർട്ട്, ഇന്ന് ലോകത്തിൽ ക്രിസ്ത്യാനികളുടെ എണ്ണത്തിൽ 3ാമത്തെ രാജ്യമായി ചൈന മാറിക്കഴിഞ്ഞു. എന്താണെന്നറിയാവോ? ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. ഓ, ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കാവോ?
കണ്ടോ ആ വാക്യം, 2-ാം വാക്യം. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അകത്ത് കടന്നാറെ ആരുരുട്ടി? ഈ സഹോദരിമാര് കല്ലറവാതിക്ക് വന്നപ്പോഴേ ഇവരുടെ അകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ആര് ഞങ്ങൾക്ക് വേണ്ടി ഇത് ഉരുട്ടി മാറ്റുമെന്ന്. പക്ഷെ ആരും ഉരുട്ടി മാറ്റിയില്ല. അവിടെ വന്നപ്പം കല്ലറവാതിക്കൽ നിന്ന് കല്ല് തനിയെ ഉരുണ്ട് മാറിയിരിക്കുന്നതായിട്ട് കണ്ടു. ശ്രദ്ധിച്ച് കേട്ടോണേ. നീ യേശുവിനെ കാണാതിരിക്കാൻ, നീ ഉയർത്തെഴുന്നേറ്റവന്റെ സാക്ഷിയാകാതിരിക്കാൻ, നീ ജീവനുള്ള ദൈവത്തെ പ്രസംഗിക്കാതിരിക്കാൻ, നീ വിശ്വാസത്തിൽ നിൽക്കാതിരിക്കാൻ, നീ വിശ്വാസ ജീവിതത്തിൽ തുടരാതിരിക്കാൻ, നീ ആയിരിക്കുന്ന ദൈവസഭയ്ക്കകത്ത് നിന്നെ പറിച്ചു കളയാൻ പിശാച് എത്ര വലിയ കല്ലുരുട്ടി വെച്ചാലും നിന്നെ ദൈവം സാക്ഷിയാക്കിയിരിക്കും. ഇതാരോടാ ഈ ദൂത് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ കുടുംബത്തോട് പറയുന്നു, മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം, മുൻപോട്ട് പോകാൻ വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഇന്ന് പകൽ ആരുടെയെങ്കിലും മുമ്പിൽ നിപ്പുണ്ടെങ്കിൽ ആ കല്ലിനെ ദൈവം ഇന്ന് പകൽ ഉരുട്ടി മാറ്റും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൂതൻ ഇന്ന് പകൽ അവനെ ഉരുട്ടി മാറ്റും. എനിക്ക് ഈ വേർഡ് പൗലോസ് പറഞ്ഞതാ ഭയങ്കര എഫക്റ്റീവായി തോന്നിയേ. 2 കൊരിന്ത്യർ 13:4-5 ബലഹീനതയിൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയിൽ ജീവിക്കുന്നു. എന്നെ ഒന്ന് നോക്കിയേ. ആ ക്രൂശിൽ കിടക്കുന്നവൻ ബലഹീനനാണോ? വാസ്തവത്തിൽ ബലഹീനനാണോ? അല്ല. ആണി അടിച്ച കൈയില്ലേ, അതൊരു ഡെഡ് ബോഡിയുടെ മേളിൽ തൊടണ്ട. ആ വാ തുറന്നൊന്ന് വിളിച്ചാൽ മതി, എഴുന്നേറ്റ് വരും. ആ ആണി അടിച്ചു വെച്ചിരിക്കുന്ന കയ്യിലോട്ടൊന്ന് നോക്കിയേ. കണ്ണില്ലാത്ത എത്രയോ എണ്ണത്തിന് ആ കൈ കൊണ്ട് കണ്ണുണ്ടായെന്നറിയാവോ? ആ ആണി അടിച്ചു വെച്ചിരിക്കുന്ന കയ്യിലോട്ടൊന്ന് നോക്കിയേ. എത്ര പാപികളെ ആ കരം വിടിവിച്ചിട്ടുണ്ടെന്നറിയാവോ? ആ കൈലോട്ടൊന്ന് നോക്കിയേ. വിശക്കുന്ന എത്രയോ പേർക്ക് ആ കൈ കൊണ്ട് അപ്പം വിളമ്പിയിട്ടുണ്ടെന്നറിയാമോ? ആ കൈയിലേക്കൊന്ന് നോക്കിയേ. അത് ബലഹീനമായ കൈയല്ല, അത് അത്ഭുതത്തിന്റെ കൈയാ. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞേ, യഹോവയുടെ വലങ്കരം ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കരം വീര്യം പ്രവർത്തിക്കുന്നു. അത് അത്ഭുതത്തിന്റെ കൈയാ. ദൈവത്തിന്റെ കൈ അത്ഭുതത്തിന്റെ കൈയാണോ? ആണോ? ഉറപ്പുള്ളവരൊന്ന് നിങ്ങളുടെ കൈ ഒന്ന് കാണിച്ചേ. ദൈവത്തിന്റെ കൈ അത്ഭുതത്തിന്റെ കൈയാ. അങ്ങനെയാണ് നിങ്ങളുടെ കൈ അല്ല കർത്താവിനെ പിടിച്ചേക്കുന്നത്, കർത്താവിന്റെ കൈയാ നിങ്ങളെ പിടിച്ചേക്കുന്നത്. എന്താന്ന് ഒന്നുകൂടെ പറയാം. നിങ്ങളുടെ കൈ അവനെ പിടിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൈ കഴിക്കും, നിങ്ങൾ പിടി വിടും. പക്ഷെ അവന്റെ കരം നിങ്ങളെ പിടിച്ചാൽ അതങ്ങ് എത്തിച്ചിരിക്കും. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്, ഇപ്പോഴോ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാ. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇന്ന് കൈ ആണിയടിച്ച് കിടക്കുവല്ല, ഉയർത്തെഴുന്നേറ്റ് വന്ന ആ കൈയും വിലാപ്പുറവും തോമസിനെ കാണിച്ചു കൊടുത്തു. ആ കൈ എന്നെ പിടിച്ചിട്ടുണ്ട്, ആ കൈ എൻ്റെ സഭയെ പിടിച്ചിട്ടുണ്ട്, ആ കൈ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പിടിച്ചിട്ടുണ്ട്. ആ കൈക്കൊരു ഗുണമുണ്ട്. ആ കൈ ഒരു കുടുംബത്തെ പിടിച്ചാൽ അത് എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിരിക്കും. ആമോസ് എന്ന പ്രവാചകൻ പറഞ്ഞ എന്നാന്നറിയോ?
ഞാൻ പ്രവാചകനുമല്ലായിരുന്നു, പ്രവാചക ശിഷ്യനുമല്ലായിരുന്നു, ഞാൻ ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനുമായിരുന്നു. എന്നാൽ യഹോവയുടെ കൈ എന്നെ പിടിച്ചു. ഞാൻ പ്രവാചകനല്ലായിരുന്നു, ഞാൻ പ്രവാചക ശിഷ്യനല്ലായിരുന്നു, ഞാൻ ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനുമായിരുന്നു, ഞാൻ സാധാരണക്കാരനായിരുന്നു, ഞാൻ ആടുകളെ മേയ്ക്കുന്നവനായിരുന്നു. പക്ഷേ ആർക്കും പ്രതീക്ഷിക്കാൻ കഴിയാത്ത പ്രവചനത്തിന്റെ പ്രൊഫസിയുടെ ഒരു ഉയർന്ന അളവിൽ ഞാൻ എത്തിയത് യഹോവയുടെ കരം. ഇന്ന് പകൽ ആത്മാവ് പ്രവചിക്കുന്നു, ദൈവത്തിന്റെ കരം പിടിച്ച വ്യക്തിയുടെ മേൽ അവന്റെ ശുശ്രൂഷയുടെ പകർച്ച. ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിച്ചേ. പ്രിയപ്പെട്ടവരെ, എന്താ ദൈവത്തിന്റെ കരത്തിന്റെ പ്രത്യേകത? ബൈബിൾ പറയുന്നു, അവൻ തൻ്റെ കൈ ഞാണുകൊണ്ട് ഭൂമിയെ അളക്കുന്നു, അവൻ്റെ വിരലുകൾ കൊണ്ട് അവൻ ഭൂമിയെ അളന്നു. 200 ഏക്കർ വസ്തു അളക്കാൻ, ഒന്നിച്ചളക്കാനുള്ള ടേപ്പ്, മെഷർമെന്റ് എടുക്കാനുള്ള സാധനം ഇവിടെ ഇല്ല. 200 ഏക്കർ ഒന്നിച്ചളക്കാൻ. പക്ഷെ ദൈവം തമ്പുരാൻ ഇങ്ങനൊരു പിടി പിടിച്ചപ്പോൾ ഭൂമി അളന്നു. അവൻ ഭൂമിയെ നാസ്തികത്വത്തിന്മേൽ തൂക്കിയിരിക്കുന്നു. അവൻ പർവ്വതങ്ങളെ തുലാസിൽ തൂക്കുന്നു. 100 കിലോ ഒന്നിച്ച് ഒറ്റ കൈ കൊണ്ട് പൊക്കാൻ കെൽപ്പുള്ളവർ ഇവിടെ എത്ര പേരുണ്ട്? 500 കിലോ 2 കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ആരുണ്ട് ഇവിടെ? ഈ ഭൂമിയിലെ പർവ്വതങ്ങളെ മുഴുവൻ ദൈവം ഒരു ത്രാസിനകത്ത് തൂക്കിയെന്ന്. അവൻ ഇങ്ങനൊന്ന് പിടിച്ചപ്പോ ഭൂമി മുഴുവൻ അളന്നെന്ന്. ഭൂമിയിലുള്ള വെള്ളത്തെ മുഴുവൻ അവന്റെ ഉള്ളം കൈകൊണ്ട് അവൻ കോരിയെന്ന്. സപ്തസാഗരങ്ങളിലെ വെള്ളത്തെയും, നിങ്ങൾ കടല് കണ്ടിട്ടുണ്ടോ? ഇതെല്ലാം പോട്ടെ, ഒരു ബക്കറ്റ് വെള്ളം നിങ്ങളുടെ കൈക്കാതിരിക്കോ? ഒരു കൈക്കുമ്പിളി ഇരിക്കോ? ഒരു കപ്പ് വെള്ളോ? ദൈവം തമ്പുരാൻ ഇങ്ങനെ കോരിയപ്പോഴേ ഭൂമിയിലുള്ള വെള്ളം മുഴുവൻ അവന്റെ കൈക്കുമ്പിളിൽ കയറിയെന്ന്. അവൻ ആകാശത്തെ തിരശീല പോലെ വിരിച്ചെന്ന്. കട്ടിലെ ബെഡ്ഷീറ്റ് വിരിക്കുന്ന പോലെ തമ്പുരാൻ ആകാശത്തെ വിരിച്ചെന്ന്. അവൻ ഭൂമിയിലുള്ള പൊടിയെ ഒരു നാഴി കൊണ്ട് അളന്നെന്ന്. വീട്ടിൽ വളർത്തുന്ന നായ്ക്കളെ പേര് ചൊല്ലി വിളിക്കുന്ന പോലെ അവൻ നക്ഷത്രങ്ങളെ പേര് ചൊല്ലി വിളിച്ചെന്ന്. അവൻ ഭൂമിയിലെ പൊടിയെ നാഴി കൊണ്ട് അളന്നു, ഭൂമിയെ കൈഞ്ഞാണ് കൊണ്ട് അളന്നു, പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ട് തൂക്കി. ഞാൻ ചോദിക്കട്ടെ, ഈ കൈയല്ലേ നിന്നെ പിടിച്ചേക്കുന്നേ? അതാ മോശ പറഞ്ഞേ, വലിയ പ്രതിസന്ധിയുടെ നടുവിൽ മോശ പറഞ്ഞു, പുരാതനനായ ദൈവം എന്റെ സങ്കേതം, കീഴേ ശാശ്വത ഭുജമുണ്ട്. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകൽ ഈ സഭയോട് പ്രവചിക്കുന്നു, ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. പാസ്റ്റർ ജിജി 4-5 വാക്യങ്ങൾ ഒരിക്കൽ കൂടെ. ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. ഞങ്ങളും അവനിൽ ബലഹീനർ എങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. നോക്കിയേ, ഞങ്ങൾ ബലഹീനരാ. പക്ഷേ ഈ ബലഹീനത എൻ്റെ ജഡത്തിൻ്റെ ബലഹീനതയാ. എൻ്റെ പുറമേയുള്ള മനുഷ്യൻ ബലഹീനനാണെങ്കിലും എൻ്റെ അകത്തൊരാളിരിപ്പുണ്ട്. പൗലോസ് പറയുന്നു, ഇൻ യുവർ ഇന്നർ മാൻ. ഞങ്ങളുടെ പുറമേ ഉള്ളവൻ ക്ഷയിച്ചാലും അകമേ ഉള്ളവൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കും. ഞാൻ പറയട്ടെ, കടഭാരത്തിനോ രോഗത്തിനോ
ഈ ലോകത്തിലെ എന്തെങ്കിലും വിഷയങ്ങൾക്കോ നിങ്ങളുടെ പുറമേ ഉള്ളവനെ ബലഹീനനാക്കാൻ പറ്റിയേക്കാം, പക്ഷേ നിങ്ങളുടെ അകമേ ഉള്ളവനെ തൊടാൻ പറ്റത്തില്ല. ഇനി 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 ഈ ദൂതൂടെ കേട്ടിട്ട് ആരാധിച്ചോ. അകമേ ഉള്ളവൻ ബലപ്പെട്ടിരിക്കുന്നിടത്തോളം കാലം പുറമേ ഉള്ളവനെ തളർത്താനും പറ്റത്തില്ല. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.